എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ നിർത്ത് രാവിലെ നല്ല കാര്യം വല്ലതും പറയടാ, മരണത്തിന്റെ കാര്യം പറയാതെ. ഇന്ന് കാണുന്നവനെ നാളെ കാണൂലാമ. നാളെ അല്ല, ഇന്ന് കാണുന്നവനെ 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ട ഭാഗ്യം. വല്ലാത്തിരുതില്ല ഈ മരണമെന്ന് പറയണത്. മരണമെന്ന് പറയുന്നത് ഒരു സത്യമല്ലേ? സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചു തന്നെ തീരണം. സംഭവിച്ചതിന് തീരുമാമ. ഇപ്പൊ എന്ത് നീ അതിനെക്കുറിച്ച് പറയാൻ കാര്യം? നമ്മളെ അപ്പു മേശയിൽ ഇന്നലെ ചുറുകൂടെ മുക്കിൽ വന്നിട്ട് പോയുള്ളൂ അമ്മ. വൈകുന്നേരം അപ്പം ഡിം തീർന്നു. ഞാനും അറിഞ്ഞടാ, ഞാൻ ഇന്നലെ രാവിലെ കണ്ടതാണ്. തന്നെ അറിഞ്ഞ ഉടനെ ഞാൻ വൈകിട്ട് പോയാ. ഓ, നിങ്ങൾ കണ്ട? എനിക്ക് ഡെഡ് ബോഡി കാണാൻ പറ്റിയില്ലടാ. ആന്തരമാകുമ്പോൾ നിങ്ങൾ കാണാതെ വന്നത് മോശമല്ലേ? എടാ, വീട്ടിനകത്ത് ആളിനം കയറ്റിയാലല്ലേ ഡെഡ് ബോഡി കാണാൻ ഒക്കുള്ളൂ. അത് നിങ്ങളെ മാത്രമല്ല, നാട്ടുകാരും കയറ്റിയില്ലകത്ത്. അതെന്താടാ ആളുകൾ മരിച്ചിട്ട് വീട്ടിനകത്ത് കയറ്റൂല എന്ന് പറഞ്ഞാ? എൻ്റെ മാമ ആ വീട് വച്ചിട്ടൊരു 10-15 ദിവസമേ ആയുള്ളൂ. അതിനെ എത്ര ലക്ഷം മുടക്കി ചെയ്ത വീട്? അതെനിക്കങ്ങനെ അറിയാം. 50 ലക്ഷം മുടക്കി ചെയ്ത വീടാണത്. ഈ മരണത്തിന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ കയറി അവിടെ ചവിട്ടി നശിപ്പിച്ച് നാമാവിശേഷം ആക്കൂലേ അമ്മ? വീട് വരുമ്പോൾ വൃത്തിയിടാവൂലേ? അപ്പൊ ഒരു കാര്യം ചെയ്യണമായിരുന്നു, റോട്ടിൽ കൊണ്ട് കിടത്തണമായിരുന്നു. അപ്പൊ എല്ലാവരും കാണുമല്ലേ? ഞാൻ എന്തിനു പറയണം മാമ? ഈ ബോഡി വീടിരിക്കുമ്പോൾ വീട്ടിൽ വയ്ക്കാതെ നാട്ടിക്കൊണ്ട് റോട്ടിൽ കൊണ്ട് വയ്ക്കാക്കോ അമ്മ? എന്നാ പിന്നെ വീടിനകത്ത് കയറ്റണമായിരുന്നു. മാമ വീടിൻ്റെ അകത്തിന്റെ ബോഡി വെച്ചിരുന്നത്. നീ പോയാ? ഞാൻ പോയി. കണ്ടാ? ഞാൻ കണ്ട്. പക്ഷെ കാല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെങ്ങനെയാടാ? ബാഡി അകത്ത് കിടക്കുമ്പോ കാലെടുത്ത് വെളിയിട്ടിരുന്ന മാമ അവിടെ വലിയൊരു സ്ക്രീന് വെച്ചിരുന്നു കണ്ടില്ലേ വീടിന്റെ മുമ്പേ? ഇന്നലെ ഞാൻ കണ്ടില്ല. അവിടെ വലിയൊരു സ്ക്രീന് വെച്ചിരുന്നു. തന്നെ? എന്തെന്നെ മാമ ഇപ്പൊ മറ്റൊരു ഏർപ്പാടുണ്ടല്ലോ യൂട്യൂബിൽ മറ്റേ നേരിട്ട് കാണുന്ന പരിപാടി. ഓ ലൈവ് സ്ട്രീമിങ്. അത് വെച്ചിരുന്ന അതിൽ കൂടെ നേരെ കാല് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ താഴെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പൂ വെച്ചിരുന്ന പൂവ് അതെന്തായിരുന്നേ? ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വന്നിട്ട് ആ കാലിലോട്ടിട്ട് തൊഴുതിട്ട് അങ്ങ് പോവാം. വീട്ടിൽ കയറണ്ട? വീട്ടിൽ കയറണ്ട. ഞാനും ചെയ്തിട്ട് വന്നു, പൂവൊക്കെ ഇട്ട് തൊഴുതിട്ട് വന്നു മാമ. ഓ, അത് കൊള്ളാം, നല്ല കാര്യം. ഇതാര് ചെയ്തെന്നറിയാമോ? ആരടാ? ഇങ്ങനെ മൂത്ത മോയിലെ അമേരിക്കയിലുള്ള വിജയണ്ണാണ് പൈസ മുടക്കിയത്. നീ എന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേ? ഞാൻ തന്നെ ഇതെല്ലാം സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തത്. ഈ കാല് മാത്രം കാണിക്കാതെ ആ മുഖം കൂടെ ഒന്ന് കാണിക്കായിരുന്നു. മുഖം മനഃപൂർവ്വം കാണിക്കാത്തന്നെ മാമ. അതെന്താ മുഖം കാണിക്കാത്ത? മാമ ഈ അപ്പു മേശരിക്ക് 90 വയസ്സായില്ലേ? 90 കൂടുതൽ വരും. മൂക്കൊരു ചുക്കി ചുളുങ്ങിക്ക് ഇങ്ങനെ ഇരിക്കണം. അതിനെന്തൊരു കുഴപ്പം? മാമ ഇങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ അമേരിക്കയുള്ളവരും നാട്ടുകാരെല്ലാം കാണൂലേ ഈ ചുക്കി ചുളുങ്ങിയിരിക്കണ മുഖം? അത് കാണും. കണ്ടാ കുഴപ്പം എന്തരേ മാമ? അവർക്ക് നാണക്കേടല്ലേ? ശരിയാണടാ, തന്തേരെ മുഖം കാണിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നാണക്കേട് തന്നെ. എന്നാൽ ഈ ചുക്ക് ചുളുങ്ങിയിരിക്കണം മുഖമൊക്കെ കാണിക്കാൻ നാണക്കേട് തന്നെ. ശരി. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. മേക്കപ്പ് ചെയ്ത് കിടത്താത്തത്. മാമ പറഞ്ഞു നാക്കെടുത്തുള്ളൂ അമ്മ. അടിച്ചു കൊന്ന ചാവൂല. ആര്? ഞാനാ? നിങ്ങളല്ല. പിന്നെ അമേരിക്കന്ന് വിജയനെ വിളിക്കണേ. എടാ, എന്തിനാണെന്ന് ചോദേ? അണ്ണ നിങ്ങൾ കരയാതണ്ണ. പിന്നെ കരയാതെ? തന്ത മരിച്ചു കിടക്കുമ്പോ പിന്നെ കരയാതെ? അണ്ണ കരയാതെ കാര്യം പറയണ്ണ. കാര്യമല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മാമ ഭയങ്കര കരച്ചിലും മാമ. എടാ ചെറുക്ക, ആ ഡെഡ് ബോഡി കാണാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അവൻ കരയാതെ ചിരിക്കുവോ? അണ്ണ അതിനൊക്കെ എല്ലാത്തിനും വഴി ഉണ്ടാക്കാണ്. നിങ്ങൾ സമാധാനപ്പെടി. യവൻ വഴി ഉണ്ടാക്കി തരും. പെരുവഴി ആയിരിക്കും. നിങ്ങൾ തന്ന പൈസ ഞാൻ എല്ലാവർക്കും കൊടുത്തണ്ണ. അപ്പൊ കരയാൻ വേണ്ടി പണം കൊടുത്ത ആളിനെ വിളിച്ച് വരുത്തി എന്നർത്ഥം. അണ്ണ ഒരു പോൻ വഴി ഉണ്ടാക്കണം. നിങ്ങൾ സമാധാനപ്പെടി. ഞാനല്ലേ പറയണത്, നിങ്ങൾ സമാധാനപ്പെടി. ഇപ്പം പോൻ വഴി ഉണ്ടാക്കുകയും ചെയ്യും, ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യും. ശരിയാണ്. അണ്ണ സമാധാനപ്പെടി. ഒരു വഴി ഉണ്ടാക്കാം. എന്തൊരു കരച്ചില് മാമ, എന്തൊരു കരച്ചില് കയറി. പിന്നെ അച്ഛൻ ചത്ത് കിടക്കുമ്പോ അവിടെ ഇരുന്ന് ചിരിക്കുവാടാ മാമ. അതിനല്ല അങ്ങനെ കരച്ച. അച്ഛൻ തത്തേനല്ല കരഞ്ഞതിരുന്നു. അച്ഛൻ ചത്തതിന് കരച്ചില്ലൊന്നും ഇല്ലേ? അതിനല്ല കരഞ്ഞത്. പിന്നെ മാമ ഇങ്ങനെ ഇത്രയും പൈസ മുടക്കിയില്ലേ ഇവിടെ? എന്തായിരുന്നു? മറ്റേ TV കൂടെ മറ്റേ ഇത് കാണിക്കാനൊക്കെ. ലൈവ് സ്ട്രീമിങ്. അത് അങ്ങനെ വിചാരിച്ച പോലെ പ്രതീക്ഷ പോലെ കിട്ടിയില്ലാന്ന്, ഫലം കിട്ടിയില്ലാന്ന്. എന്തൊരു ഫലം കിട്ടാൻ വേണ്ടി ഇതെന്തരേ? എൻ്റെ മാമ ഇത് ചെയ്യുമ്പോൾ എന്തിനാണ് നമുക്ക് കിട്ടണത്? കിട്ടണത് എന്തരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാമ. ലൈക്ക്.
ഷെയർ കമന്റ് ഇങ്ങനെ പ്രതീക്ഷിച്ചതിന്റെ അത്ര കിട്ടിയില്ല എന്നാണ് അയാൾക്ക് വിഷമം കൊണ്ട് അയാൾ കരഞ്ഞത്. അയ്യോ അതാക്കും വിഷമോ വരുവാടാ. പിന്നല്ലത് ആര് കരയുമോ? ആരാണ് കരയാത്തത്? ഇത്രയും രൂപ മുടക്കിയിട്ട് ലൈക്കും ഷെയറും കമന്റും കിട്ടിയില്ലെങ്കിൽ പറയാതം തന്നെ. ഇനി എന്തൊരു പോകാൻ വഴിയുണ്ടോ അമ്മ ഇതിന്? പോകാൻ വഴി എന്തരേ? പോകാൻ വഴിയേ ഉള്ളൂ. എങ്ങനെയാ അമ്മ പോകാൻ വഴി? എടാ ഈ ഒരു മരണം കൊണ്ട് മരണം ഇവിടെ അവസാനിക്കുന്നില്ലല്ലേ. എന്ന് വെച്ചാ വിജയന്റെ അച്ഛൻ അപ്പൂമേതിയല്ലേ മരിച്ചോളൂ. വിജയന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ. നിങ്ങൾ എന്തിനു പറയണത്? എടാ അവരൊക്കെ ഒരു ആവശ്യം വരുമ്പോ, എന്തൊരാവശ്യം വരുമ്പോ അവര് മരിക്കുമ്പോ, നിങ്ങൾ എന്തിനാ അമ്മ പറയണത്? മരിക്കുമ്പോ ഇതിനെക്കാളും ഗംഭീരമാക്കണം. അതെങ്ങനെയാ അമ്മ? എടാ ഇപ്പൊ എത്ര ക്യാമറ വെച്ചിരുന്നത്? ഒരു ക്യാമറ 9 ക്യാമറ വയ്ക്കാൻ പറയുന്നു. അതിന് 9 ക്യാമറ വെക്കണത്? 9 ആംഗിളിൽ കാണിക്കാം. കാണിച്ച ആളുകൾ സൂഹിക്കും. എന്നുവെച്ചാ അപ്പോഴത്തേക്ക് ലൈക്ക് ഷെയർ കമന്റ് ഇത് കുന്നുപോലെ കൂടൂലടാ. എന്തിനു അമ്മ? എടാ ലൈക്കും ഷെയറും കമന്റും കൊണ്ട് വീട് നിന്ന് കത്തൂലേ തന്നെ. വാ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.